ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു അടിപൊളി നെക്ക് ഡിസൈനായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്, അന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ ജസ്റ്റ് 2-3 ഹോളായിട്ട് അല്ലെങ്കിൽ റൗണ്ടായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തേക്കുന്നത് സിൽക്ക് ത്രെഡാണ്. അതുപോലെ ഇതുപോലെ 3 ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ റോസും അതുപോലെ ഫ്രഞ്ച് നോട്ട്സുമാണ് കംപ്ലീറ്റ് ആയിട്ട് നെക്കിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മൾ റൗണ്ട് കൊടുത്തെടുത്ത് ബുള്ളിയൻ റോസസും അതുപോലെ ബാക്കി പോർഷൻ ഫുള്ളായിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യണം കേട്ടോ. ബുള്ളിയൻ റോസ് മാത്രം ഞാൻ ഇതുപോലെ വയലറ്റ് കളറിലുള്ള നമ്മൾ ത്രെഡിനാണ് കൊടുത്തേക്കുന്നത്. ബാക്കി ഫുള്ള് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ 3 കളറുകളുമായിട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 സൈഡുകളിലായിട്ട് മാത്രം നമ്മൾ വയലറ്റ് കളറും പിന്നെ നമ്മുടെ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ 2 കളറുകളൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് ഇടാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, എന്നാലും ജസ്റ്റ് കാണിച്ച് തരികയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് ഔട്ട്ലുക്ക് കാണാനായിട്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം എടുക്കും, എന്തായാലും കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഔട്ട്ലുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും. കാരണം അത്ര ഭംഗിയായിട്ട് നല്ല എലഗൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്യാപ്പിട്ടാണ് കൊടുക്കുന്നത്. കാരണം ബാക്കിയുള്ള കളേഴ്സ് ഇതിനകത്തേക്ക് നമുക്ക് ഇടയ്ക്ക് വരേണ്ടതാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫ്രഞ്ച് നോട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. പിങ്ക് കളർ നമ്മൾ ഇതുപോലെ കൊടുത്തു. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ നമ്മൾ ലൈറ്റ് കളർ പിങ്കും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഭംഗി അനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ബുള്ളിയൻ റോസാണ്. ബുള്ളിയൻ റോസ് ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് ബുള്ളിയൻ റോസസ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ചെയ്യും തോറും പെർഫെക്റ്റായിട്ട് വരുന്ന ഒരു ഫ്ലവർ സ്റ്റിച്ചാണ് കേട്ടോ ബുള്ളിയൻ റോസസിൻ്റെ അല്ലെങ്കിൽ ബുള്ളിയൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
ഇതുപോലെ ബുള്ളിയൻ റോസസും അതുപോലെ ഫ്രഞ്ച് നോട്ട്സും ഇട്ട് നമ്മൾ നമ്മുടെ നെക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാനായിട്ട് നമ്മുടെ നെക്കിൽ താഴ്വശത്തേക്ക് കുറച്ച് മുത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചുരിദാർ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത് കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി നെക്ക് ഡിസൈനാണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.